യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 217 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചു. ദൈവത്തിനു മഹത്വം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അറിയപ്പെടാത്ത പഴയനിയമ കാലത്തെ ഒരു പ്രവാചകി. ഒന്നും പറഞ്ഞിട്ടില്ല, പേര് ഹുൽദ എന്ന് മാത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ 20 വരെയും, 2 വൃത്താന്ത പുസ്തകം 34-ാം അധ്യായം 22 മുതൽ 28 വരെയും. അങ്ങനെ ഈ ഒരു പ്രവാചികയെ പറ്റി ആരും അങ്ങനെ പ്രസംഗിക്കാറില്ല, പ്രസംഗം കേൾക്കാറുമില്ല. പക്ഷെ ഈ പ്രവാചകി ദൈവത്തിനു വേണ്ടി ശക്തിയോടെ നിലനിന്ന ഒരു പ്രവാചകയാണ്. യോശിയ രാജാവിന്റെ കാലത്തെ ജീവിച്ചിരുന്ന പ്രവാചകയാണ് ഹുൽദ പ്രവാചകി. ആ പ്രവാചിയുടെ വാക്കിങ്ങനാണ്: ഞാൻ പറയുന്നതെന്നല്ല, ഞാൻ കാണുന്നതെന്നല്ല, ഇസ്രായേലിന്റെ ദൈവം അരുളി ചെയ്യുന്നത്. നോക്കിക്കേ, വെറുതെ പറയല്ല, ഇതാണ് പ്രവചനം. ഇനി ആ സഹോദരി പറഞ്ഞത് കേൾക്കൂ, പ്രവചനം കേൾക്കൂ. അവർ എന്നെ ഉപേക്ഷിച്ചു, ദൈവത്തെ ഉപേക്ഷിച്ചെന്ന്. യഹൂദ ജനം ദൈവത്തെ ഉപേക്ഷിച്ചു. എനിക്ക് കോപം വരത്തക്കവണ്ണം ദൈവത്തിന് കോപം വന്നു. ദൈവം കോപിക്കും. ദൈവം വഴിവിട്ടു പോയാൽ ദൈവം കോപിക്കും. ആ കോപത്തിന് ശമനം ഉണ്ടാകണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നുകൊണ്ട് ദൈവം കോപിച്ചു? അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയത് കൊണ്ട് അന്യദേവന്മാർക്ക് ഈ ധൂപം കാട്ടാൻ പോണ്ടി വല്ല ആവശ്യമുണ്ടോ? ദൈവം തമ്പുരാൻ കോപിക്കാനുള്ള കാരണം ഇവരെ മിസ്രൈമിലെ അടിമത്തത്തിന് കൊണ്ടുവന്ന് ഇത്രയൊക്കെ ഇവരെ സഹായിച്ചിട്ടും ഇവർ അന്യദൈവങ്ങളുടെ പിന്നാലെ പോയപ്പോൾ ദൈവം കോപിക്കും. നാമും ചിന്തിക്കുക, നമ്മളെ ഇവിടം വരെ കൊണ്ടുവന്ന ദൈവത്തിന് വിരോധമായി നാം മുന്നോട്ട് പോയാൽ ദൈവം കോപിച്ചിരിക്കും. രാജകൊട്ടാരത്തിലായിരുന്നാലും രാജാക്കന്മാർക്കായിരുന്നാലും അവരുടെ ജീവിതത്തിലെ രാജഭരണം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ പ്രവാചകന്മാരുടെ ആവശ്യമായിരുന്നു. പ്രവാചകന്മാരുടെ വാക്ക് കേട്ടിട്ട് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കാതെ അന്യപ്രവാചകന്മാരുടെ വാക്ക് കേട്ടുപോയവരെല്ലാം പരാജയപ്പെട്ടു പോയി. ഈ ഹുൽദ എന്ന് പറഞ്ഞ സ്ത്രീയുടെ അല്ലെങ്കിൽ പ്രവാചക എടുക്കൽ ആളെ അയച്ചിട്ട് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അങ്ങനെ ഈ പ്രവാചക എടുക്കൽ ആൾ ചെയ്തു. ആളിൽ ചെന്നപ്പോൾ പ്രവാചക പറഞ്ഞു, സാരമില്ല, അതൊക്കെ ദൈവം ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും, രാജാവിനെ സ്നേഹിക്കുന്നു അല്ല പറഞ്ഞത്. പ്രവചന ദൂത് പറയുന്നു. യോശുവാവിനോട് ഹുൽദ പ്രവാചകി പറഞ്ഞത് ഇപ്രകാരമാണ്: നീ എത്ര മഹാരാജാവായിരുന്നാലും നീ തന്നെത്താൻ നിന്നെ താഴ്ത്തിയേ പറ്റുള്ളൂ. ഒന്ന്, നീ ദൈവത്തിന് മുമ്പിൽ തന്നെത്താൻ താഴ്ത്തണം, ഇല്ല എങ്കിൽ കുഴപ്പമാ. അടുത്ത പറയുന്നത്, അല്ലെങ്കിൽ നിനക്ക് അപകടം മുമ്പിൽ വരുന്നു. നീ തന്നെത്താൻ താഴ്ത്തിയാൽ നിന്റെ പിതാക്കന്മാരെ പോലെ നീയും നല്ലൊരു മരണം നിനക്കുണ്ടാകും, അല്ലെങ്കിൽ നല്ലൊരു അടക്കം ഉണ്ടാകുമെന്ന് പ്രവാചകി പറഞ്ഞു. കാര്യം അറിയാമല്ലോ, രാജാക്കന്മാരെ വെട്ടിക്കൊന്നവരുണ്ട്, കുത്തിക്കൊന്നവരുണ്ട്,
അതിന് ഇറക്കമൊക്കെ നല്ല ഇറക്കമല്ലായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നത്, നീ നിന്നെ തന്നെ താഴ്ത്തിയാൽ നിന്റെ പിതാക്കന്മാരെ പോലെ നിനക്ക് സമാധാനത്തോടെ കല്ലറയിൽ അടക്കപ്പെടും. പ്രവാചിയുടെ വാക്ക് കേട്ട് അവൻ ഭയപ്പെട്ടു പോയി. യോശിയാവ് തന്നെത്താൻ ദൈവശബ്ദത്തിനു മുമ്പിൽ പരമേൽപ്പിച്ചു. അവിടെ പ്രവചനം അവൻ രാജാവ് അംഗീകരിച്ചു. ഇന്ന് പല പ്രവചനങ്ങള് ഉണ്ട്, തെറ്റില്ല. പ്രവചനം ദൈവസഭയ്ക്ക് ഏറ്റവും പ്രാധാന്യമായ ഒരു ശുശ്രൂഷയാണ്. എന്നാൽ പ്രവചനം കൊണ്ട് കുടുംബത്തെ കലക്കുന്ന പദ്ധതി അത് പ്രവചനമല്ല. പ്രവചനം കൊണ്ട് സഭ 2ഉം 3ഉം പീസായിട്ട് പോകുന്നതും അതും പ്രവചനമല്ല. അതിന്റെ ഉറവിടം എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കലക്കത്തിന്റെ ആത്മാവിനാലുള്ള പ്രവചനമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഈ കാലയളവിൽ പ്രവചനം ദൈവത്തിൽ നിന്നാണോ അതോ അന്ധകാര ശക്തിയുടെ ആലോചനയാണോ എന്ന് വളരെ വളരെ ശ്രദ്ധിക്കണം. എല്ലാം ദൈവ ആലോചനയാണെന്നും പറഞ്ഞ് ചതിക്കുഴിയിൽ പെടരുത്. എന്നാൽ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ഇന്ന് ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ശക്തന്മാരായ പ്രവാചകന്മാരുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ നിയമത്തിൽ പ്രവചനം അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാൻ പാടില്ലാത്തെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ ക്ലാസ് ഇന്നത്തെ നിർത്തുന്നു. തുടരും. പ്രത്യേകം പ്രാർത്ഥിക്കും. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. പോകുവാൻ തയ്യാറാകുക. ദൈവജനം ആരും കൈവിടപ്പെട്ടു പോകുവാൻ ഇടയാകല്ലേ. ഭാരതത്തിലെ ഒരു വലിയ ഉണർവുണ്ടാകാൻ പോകുന്നു. ആ ഉണർവിൽ നിങ്ങളും അംഗമാകുവാൻ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. ദൈവം